ബഹുമാന്യരെ, ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെൻറ്റിൽ വെച്ച് വിക്ടോറിയൻ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ 2025 ഒക്ടോബർ 14 ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളന ശതാബ്ദി കോൺഫറൻസിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഡോക്ടർ ശശി തരൂർ MP നൽകി പ്രകാശനം ചെയ്യുന്നു. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം വിപുലമായി ആഘോഷിക്കുകയാണ്. 3 വർഷം കൂടി കഴിയുമ്പോൾ ഗുരു സമാധിയായതിൻ്റെ ശതാബ്ദി എത്തുകയാണ്. നമുക്കത് സാർവദേശീയ തലത്തിൽ തന്നെ ഗുരു സന്ദേശ പ്രസരണ വർഷമായി ആചരിക്കാൻ കഴിയണം. ഗുരുവിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി അദ്ദേഹം പകർന്നു തന്ന മനുഷ്യത്വപൂർണമായ സന്ദേശങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ലോകത്താകെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനായി ഉപകരിക്കുന്ന തരത്തിൽ ശതാബ്ദിയെ അർത്ഥപൂർണമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നാണ് പറയാനുള്ളത്. 2025 എന്ന ഈ വർഷം ഗുരുവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ച വർഷമാണ്. ജാതിയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ തന്നെ മൗലികമായ മാറ്റത്തിനിടയാക്കിയ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ശിവഗിരിയിൽ നടന്നതിൻ്റെ ശതാബ്ദി 2025 മാർച്ച് 12 നാം ആഘോഷിച്ചതാണ്. അതേപോലെ ഗുരുവിൻ്റെ ജാതിരഹിത പ്രവർത്തനങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിച്ചിരുന്ന പ്രധാന ശിഷ്യൻ സത്യവ്രത സ്വാമികൾ സമാധിയായതിൻ്റെ ശതാബ്ദി 5 ദിവസം മുൻപായിരുന്നു. ഗുരുവിന് മുൻപേ കേരളത്തിന് നവോത്ഥാനത്തിൻ്റെ വഴികാട്ടിയ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ 200ാം ജന്മവാർഷികവും ഈ 2025 തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി നമ്മൾ സമുചിതമായി ആഘോഷിച്ചത്.
അതുപോലെ തന്നെ നവോത്ഥാനത്തിലെ മറ്റൊരു ചരിത്ര സംഭവമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയും കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചു. മഹാകവി കുമാരനാശാൻ്റെ വേദനാജനകമായ വേർപാടിന് 100 വർഷം തികഞ്ഞതും 2024 നവോത്ഥാന ചരിത്രത്തിലെ മറ്റൊരു വലിയ പേരിൻ്റെ ഉടമയായ ചട്ടമ്പിസ്വാമികൾ ഓർമ്മയായതിൻ്റെ ശതവാർഷിക സ്മരണകൾ നാം അയവിറക്കിയതും കഴിഞ്ഞ വർഷമാണ്. അങ്ങനെ പലതുകൊണ്ടും ചരിത്രം ഉന്മേഷം കൊള്ളുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ വേണം ശ്രീനാരായണ ജയന്തിയെയും കാണുന്നത്. എന്തുകൊണ്ടാണ് മലയാളി സമൂഹത്തിന് ശ്രേഷ്ഠരായ ഇത്തരം ആചാര്യന്മാരുടെയും മഹത്തുക്കളുടെയും ഒക്കെ ദിനങ്ങൾ ഈ വിധത്തിൽ ആചരിക്കണമെന്ന് തോന്നുന്നത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവരോട് മാറുന്ന കാലവും നാം അടക്കമുള്ള തലമുറകളും കടപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് മനുഷ്യോചിതമാം വിധം ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥയും സാമുദായിക കാലാവസ്ഥയും ഒരുക്കി തന്നവരാണവർ. ആ ബോധ്യം ഉള്ളിലുള്ളതുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അവരുടെ ദിനങ്ങൾ കൊണ്ടാടുന്നു. എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ഗുരുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്? ഗുരു കേരളത്തിൻ്റെ ഇരുൾമൂടിയ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് പുതുക്കിപ്പണിതത്? അതിനെ സഹായിച്ച ഗുരുദർശനവും ഗുരു നടത്തിയ ഇടപെടലുകളും എന്തായിരുന്നു? അവ എങ്ങനെയെല്ലാമാണ് ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത്? ഗുരുദർശനത്തോട് വർത്തമാനകാലം എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മാറുന്ന കാലത്തെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുന്നതിനും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നും ദൈവഭാവന എന്താണെന്നുമൊക്കെ അത്യന്തം ലളിതസുന്ദരമായ വചനങ്ങളിലൂടെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. സമൂഹത്തിൽ നീതിയെപ്പറ്റിയുള്ള മഹാസങ്കല്പങ്ങളുടെ പ്രകാശം സ്വന്തം ദർശനങ്ങളിലൂടെ ഗുരു ചൊരിയുകയാണ് ചെയ്തത്. ആ നീതി സാധ്യമാകണമെങ്കിൽ തുല്യതയോടെ മറ്റുള്ളവരെയും
കാണാൻ കഴിയണം. അവിടെയാണ് നേരത്തെ ബഹുമാന്യനായ ശുഭകാനന്ദ സ്വാമികൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ സോദരത്വേന എന്ന ഗുരുവിൻ്റെ മഹത്വജനത്തിൻ്റെ ആഴങ്ങൾ തെളിയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ സമാധി അടയുന്ന 1928 വരെയുള്ള 4 പതിറ്റാണ്ട് കാലമാണ് ഗുരുവിൻ്റെ സാമൂഹ്യവും ദാർശനികവുമായ ഇടപെടലുകളെല്ലാം ഉണ്ടായത്. 1888 മുതൽ 1928 വരെ. അതോടെയാണ് ഗുരു ലോകാരാധ്യനായി മാറുന്നത്. അത്തരം ഇടപെടലുകളുടെ തുടക്കത്തിൽ തന്നെയാണ് സോദരത്വേന എന്ന മഹാസന്ദേശം ഉരുവിടുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അഴുക്ക് ചാലിലായിരുന്നു അന്ന് കേരളം കടന്നിരുന്നത്. ആ കേരളത്തിലെ മനുഷ്യരെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രകാശപൂർണമായ വഴികളിലേക്ക് കൊണ്ടുവരണം. അതിനെ ഒരു മനുഷ്യനും മാറ്റി നിർത്തപ്പെട്ടുകൂടാ എന്ന് ഗുരുവിനറിയാമായിരുന്നു. മനുഷ്യർ പരസ്പരം സഹോദരരെ പോലെയായാൽ പിന്നെ അവർ തമ്മിൽ ഉച്ചനീചത്വത്തിൻ്റെയോ വേർതിരിവിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ സഹോദരഭാവത്തിൽ പെരുമാറാൻ കഴിഞ്ഞാൽ എല്ലാ വിവേചനങ്ങളും അവിടെ അവസാനിക്കും. സ്വാഭാവികമായും നീതി സാധ്യമാവുകയും ചെയ്യും. അത്തരമൊരു അവസ്ഥയുണ്ടാകുമ്പോൾ അതൊരു മാതൃകാസ്ഥാനമാകും. അതാണ് അരുവിപ്പുറത്ത് മഹാനായ ഗുരു എഴുതി വച്ചത്. നാം പുതിയ കാലത്ത് ഇൻക്ലൂസീവ് എന്ന വാക്ക് കാര്യമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ വാക്കിലേക്ക് പുതിയ സമൂഹം വന്നതും ഈ വഴികളിലൂടെയൊക്കെ തന്നെയാണ്. ഒരാളും വിട്ടുപോകാത്ത വിധം എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്താണ് ഇൻക്ലൂസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സങ്കല്പം ആദ്യമായി പ്രകാശിതമായത് ഗുരുവചനങ്ങളിലൂടെയാണ് എന്നത് കാണാൻ വിഷമമില്ല. ഗുരുവിൻ്റെ സോദരത്വേന എന്ന സന്ദേശം മുൻപേ തന്നെ വെളിച്ചം പരത്താൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് കടന്നു വന്നത്. ബഹുമാനായ സച്ചിദാനന്ദ സ്വാമികൾ വരികയാണ്. ചാന്തോക്യോപനിഷത്തിലെ തത്വമസി എന്ന് പറയുന്നതിൻ്റെ പൊരുളും ഇതാണ്. അത് നീ തന്നെയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപരൻ താൻ തന്നെയാണ് എന്ന ബോധം ഉള്ളിലുണ്ടായാൽ പിന്നെ അപരൻ എന്നൊരാളില്ലല്ലോ. അത് നമ്മൾ തന്നെയാണല്ലോ.
അതുകൊണ്ടാണ് ഗുരു എപ്പോഴും അപരനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നത്. ഗുരുവിൻ്റെ ദർശനപൂർണിമ വിലസി നിൽക്കുന്ന ആത്മോപദേശതകത്തിലെ ശ്ലോകമാണ് ഇവിടെ പ്രാർത്ഥനാഗാനമായി ആലപിച്ചത്. അതിൽ ഈ അപരത്വത്തെ സ്വന്തം സ്വത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന തെളിച്ചം കാണാനാവും. അപരൻ്റെ പ്രിയമാണ് എൻ്റെ പ്രിയം എന്നാണ് ഗുരു പറയുന്നത്. അപരനു വേണ്ടി രാപ്പകൽ പ്രയത്നം ചെയ്യുന്നവനാണ് കൃപാലു എന്നും ഗുരു തുറന്നു പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരേണം എന്ന് പറയുന്നത്. ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന അത്യന്തം സങ്കടകരമായ സാഹചര്യമാണ് ആ കാലത്ത് നിലനിന്നിരുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഗുരു പറയുന്നത്, മനുഷ്യാണാം മനുഷ്യത്വം ജാതി. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു പ്രഖ്യാപിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതെല്ലാം കുറെ കൂടി ലളിതമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുളും ഇത് തന്നെയാണ്. മനുഷ്യസ്നേഹത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ഈ മഹാവാക്യങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് കുമാരനാശാൻ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നെല്ലാം പാടിയത്. ഇങ്ങനെ മാനവസ്നേഹത്തിൻ്റെയും അപരൻ താൻ തന്നെ എന്ന കാഴ്ചപ്പാടിൻ്റെയും മഹാമന്ത്രങ്ങൾ നമുക്ക് നൽകിയ ഗുരുവിനെ കേവലം ഒരു മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നത് ഏറെ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. എന്തായിരുന്നു ഗുരുവിൻ്റെ മതം? ഒരു ഘട്ടത്തിൽ CV കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിനിടയിൽ ഗുരു പറയുന്നുണ്ട്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഇത് ഗുരു CV കുഞ്ഞിരാമനോട് പറഞ്ഞ കാര്യമാണ്. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന്, പല മതസാരവും ഏകം എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ വ്യക്തമാക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള കലഹത്തിൻ്റെ അർത്ഥശൂന്യത ഈ സംവാദത്തിൽ ഗുരു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മതം ശ്രേഷ്ഠമാണെന്ന് പറയുന്നതിലും അർത്ഥമില്ലെന്ന് ഗുരു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം, അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാക്കുന്നതിൽ
വല്ല അർത്ഥവുമുണ്ടോ എന്നും ഗുരു ചോദിക്കുന്നുണ്ട്. ജാതിഭേദമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നുവല്ലോ 1916 ഗുരു ജാതിയില്ലാ വിളംബരം നടത്തിയത്. തൻ്റെ ദർശനത്തിൻ്റെ കേന്ദ്രത്തിൽ ഗുരു പ്രതിഷ്ഠിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യജാതിയുടെ സവിശേഷ ഗുണം മനുഷ്യത്വമാണെന്നും ഗുരു അടിവരയിടുന്നുണ്ട്. ഗുരു കേവല അധ്യാത്മവാദിയായിരുന്നില്ല. ഭൗതിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗുരു അധ്യാത്മത്തെപ്പറ്റി പറഞ്ഞത്. കർമ്മനിരതനായ ജ്ഞാനി എന്നൊക്കെ പാശ്ചാത്യർ ഗുരുവിനെ വിളിച്ചത് അതുകൊണ്ടാണ്. ദേവദശകത്തിൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ഗുരു പറഞ്ഞത് നോക്കിയാൽ ഇക്കാര്യം ബോധ്യപ്പെടും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക തുടങ്ങിയ ആപ്തവാക്യങ്ങളും ഗുരു എത്രത്തോളം ഭൗതിക ജീവിതത്തിൻ്റെ ഉത്കർഷത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നതിന് തെളിവാണ്. ഇതര സന്യാസി വര്യന്മാരിൽ നിന്ന് ഗുരുവിനെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാന ഘടകവും ഇതുതന്നെയാണ്. ഈ ജഗത്ത് മിഥ്യയാണെന്നും ബ്രഹ്മമാണ് സത്യമെന്നും മാത്രം ഇതര സന്യാസിമാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ലോകത്തെ ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി മാറ്റിയെടുക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇങ്ങനെയെല്ലാമുള്ള മഹാദർശനങ്ങൾ മുന്നോട്ട് വെച്ച ഗുരുവിനെ ഹിന്ദുമത നവോത്ഥാനത്തിൻ്റെ നായകനായി അവതരിപ്പിക്കാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ചരിത്ര വിരുദ്ധതയെയും മനുഷ്യത്വരാഹിത്യത്തെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അന്യമത വിദ്വേഷവും ആക്രമണോത്സുകമായ മതവർഗീയതയും പ്രചരിപ്പിക്കുന്ന വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൈവന്ന നവോത്ഥാനത്തിൻ്റെ മാനവിക മൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്യമത വിദ്വേഷം അലങ്കാരമായി കരുതുന്ന ഇത്തരം ശക്തികളാൽ ഗുരു അപഹരിക്കപ്പെടുന്നത് അനുവദിച്ചുകൂടാ. നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം സംരക്ഷിക്കപ്പെടുന്നതിനായുള്ള സമൂഹത്തിലെ ഇടപെടലിന് കൂടുതൽ നേതൃത്വം കൊടുക്കാൻ ശിവഗിരി മഠത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ തനിമ, ഈ തനിമ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം നേടിയെടുത്തതാണ്. ഇന്ന് നാം എല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. ആ കാലത്ത് അതിന് കഴിയുമായിരുന്നില്ല.
ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലത്ത് വിദ്യയും നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഭേദചിന്തയില്ലാതെ സോദരത്വേന കഴിയാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ തൊട്ടുകൂടായ്മയും തീണ്ടലും കണ്ണിൽപ്പെടാൻ പാടില്ലാത്ത അവസ്ഥയുമൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിമറിക്കുന്നതിനാണ് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാന നായകർ പോരാടിയത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് പിന്നീട് കേരളം മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ അവകാശങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുള്ളത്. അതടക്കം ഇല്ലാതായി പോകുമെന്ന് നാം കാണണം. ഇത്തരം ശക്തികൾ മേധാവിത്വം വഹിക്കുന്ന അവസ്ഥ വന്നാൽ ഈ സമൂഹത്തിൻ്റെ ആകെ രീതികൾ മാറും, പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. നാം എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ സമൃദ്ധമായി സംതൃപ്തരായി ഓണം ആഘോഷിച്ചു. ഓണത്തിന് മഹാബലിയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോഴതാ പുതിയ രീതികൾ വരുന്നു. ഓണത്തിൻ്റേതായ ഒരു സന്ദേശം ഒരാൾക്ക് കിട്ടിയത് അദ്ദേഹം എന്നെ കാണിക്കുകയുണ്ടായി. ആ സന്ദേശത്തിൽ മഹാവിഷ്ണു നിൽക്കുന്നു, അതിൻ്റെ മുന്നിൽ വാമനൻ നിൽക്കുന്നു, അതിൻ്റെ താഴെ വാമനൻ്റെ കാൽച്ചുവട്ടിൽ മഹാബലിയെ കാണിക്കുന്നു. നേരത്തെ മഹാബലിയല്ല, വാമനെയാണ് ഈ ദിവസം ഓർക്കേണ്ടത് എന്ന് ചിലർ പറഞ്ഞതും കൂട്ടി വായിക്കണം നമ്മൾ. എല്ലാം നമ്മുടെ ഓണമടക്കം എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെ? ഈ ആപത്തിനെതിരെ ജാഗ്രതയോടെ നീങ്ങിയില്ലെങ്കിൽ. അപ്പോൾ സമൂഹത്തിന് സംഭവിക്കാനിടയുള്ള ആപത്ത് ശ്രീനാരായണ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവ സംരക്ഷിക്കുന്നതിനായി ഉള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാൻ ശിവഗിരിക്ക് കഴിയണമെന്ന് ഒന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മതത്തിൻ്റെ എല്ലാ സാമ്പ്രദായിക അതിരുകളിൽ നിന്നും പുറത്തു കടന്നാണ് ഗുരു മതങ്ങൾക്കതീതമായി മനുഷ്യനെ പ്രതിഷ്ഠിച്ചത്. അവിടെ നിന്ന് ഗുരുവിനെ അപഹരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം കൈവരിച്ച മാനവിക മൂല്യങ്ങളെല്ലാം അപഹരിക്കപ്പെടുക എന്നാണ് അർത്ഥം. ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ ജാതി നശീകരണ ധാരയുടെ വക്താവാണ് ശ്രീനാരായണ ഗുരു. ആ ധാരയിൽപ്പെട്ടവരാണ് അയ്യങ്കാളി, അയ്യാ വൈകുണ്ഠൻ, പണ്ഡിറ്റ് കറുപ്പൻ, KP വള്ളോൻ, പൊയ്കയിൽ കുമാരഗുരു, ഇങ്ങനെയെല്ലാമുള്ളവർ. ഹിന്ദുമതവും ജാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദുമതത്തിനകത്ത് വെച്ച് ജാതി പരിഹരിക്കാം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്നാൽ ഹിന്ദുമതം തന്നെ ജാതിയാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഗുരുവിനെയും അംബേദ്കറെയും മാത്രമല്ല, നവോത്ഥാന നായകരെ പലരെയും ഹൈജാക്ക് ചെയ്യാൻ വർഗീയ ശക്തികൾ ശ്രമിച്ചു വരികയാണ്. തീർച്ചയായും ചരിത്രത്തിൻ്റെയും
ഗുരുവിൻ്റെ ദർശന തെളിച്ചത്തെയും അട്ടിമറിക്കാനാണ് ഇത്തരം ശ്രമങ്ങൾ. ആ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ വലിയ ആപത്തിലേക്കാണ് നമ്മുടെ സമൂഹം തള്ളിവിടപ്പെടുക. അതുപോലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഗുരു സ്വീകരിച്ചിരുന്നത്. കെട്ടുകല്യാണം പോലുള്ള ആചാരങ്ങൾക്കെതിരെ ഗുരു നേരിട്ടിടപെട്ടിട്ടുണ്ട്. അന്ധവിശ്വാസജടിലമായ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നരബലി പോലുള്ള വൃത്തികെട്ട ആചാരങ്ങൾക്കെതിരെ ഗുരു ശക്തമായി നിലകൊണ്ടു എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഗുരു സമാധി അടഞ്ഞിട്ട് 100 വർഷമാകാറായ ഈ സന്ദർഭത്തിലും ഇത്തരം ദുരാചാരങ്ങളും അതുയർത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ ആളുകളിൽ തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നത് എന്താണ് ഏറെ ഗൗരവതരമായ കാര്യം. നാം ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ കാലം വന്നതോടെ നമ്മുടെ ജീവിതശൈലിയിൽ, ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ എല്ലാ വിഭാഗം മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായാലേ ഗുരുദർശനം പറയുന്നത് പോലെ എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം സാധ്യമാവുകയുള്ളൂ. ഈ കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ മുറുകെ പിടിച്ച് മുന്നേറുന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 21 നമ്മൾ നടത്തിയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനമാണ്. 1991 നാം സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ തുടർ ചുവടുവെപ്പ് ഇപ്പോഴത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം. വികസിത രാജ്യങ്ങൾക്ക് പോലും അവകാശപ്പെടാനാവാത്ത വിധമുള്ള നേട്ടമാണ് ഇതിലൂടെ നാം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന് നാം വീണ്ടും മാതൃകയാവുകയാണ്. പുതിയ കാലത്തെ നേരിടാനുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മുഴുവൻ മനുഷ്യരിലേക്കും ഇവിടെ എത്തിക്കുകയാണ്. അതുപോലെ വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനം നമ്മുടെ കേരളം അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ഗുരു സങ്കല്പിച്ചതുപോലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇതിലൂടെയെല്ലാം ഗുരുദർശനം മുന്നോട്ട് വെച്ച സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മാതൃകകൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി നടക്കുന്ന അന്ധവിശ്വാസ ജടിലവും മനുഷ്യത്വ വിരുദ്ധവുമായ നടപടികൾക്കെതിരെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അവരനെ ചേർത്ത് നിർത്തുന്നതിൻ്റെയും പുതിയ മാതൃകകൾ കൂടി സൃഷ്ടിച്ച് മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ ആസ്ട്രേലിയൻ പാർലമെൻറ്റ് ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ
പോസ്റ്റർ പ്രദർശനമാണ് നേരത്തെ നടത്തിയത്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ വർഷത്തെ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ചിന്തകൾ ഉണർത്താൻ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ.